മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റിലെ രചനകളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. 3-ാമത്തെ യൂണിറ്റിൻ്റെ പേര് നിറഭേദങ്ങൾ എന്നാണ്. നമ്മുടെ ഈ ലോകം വ്യത്യസ്തങ്ങളായ സ്വരങ്ങളും വ്യത്യസ്തങ്ങളായ നിറങ്ങളും നിറഞ്ഞതാണ്. ഓരോ കിളിക്കും വ്യത്യസ്തമായ ശബ്ദമെന്ന പോലെ നിറവും പലതാണ്. കാക്കയുടെ നിറം കറുപ്പാണെങ്കിൽ തത്തയുടെ നിറം എന്താണ്? പച്ചയാണ് അല്ലേ? ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിലുള്ള പക്ഷികളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാം. അതുപോലെ ഓരോ മൃഗത്തിൻ്റെയും ഓരോ പക്ഷിയുടെയും സ്വരങ്ങൾ അല്ലേ, ശബ്ദങ്ങൾ വ്യത്യസ്തമല്ലേ? അതുപോലെ തന്നെ ആകാശത്തിനും കടലിനും നീല നിറമാണ് അല്ലേ? സസ്യലോകത്തിന് എന്ത് നിറമാണ്? പച്ചയാണ്. നാനാതരം പൂക്കളുണ്ട്. ചുവപ്പും മഞ്ഞയും വെള്ളയും നീലയും ഒക്കെയുള്ള വർണ്ണഭംഗികളുള്ള പൂക്കൾ. മണ്ണിൻ്റെ നിറം മറ്റൊരു നിറമാണ് അല്ലേ? കതിരുകൾക്ക് സ്വർണ്ണ നിറമാണ്. അതുപോലെ കുയിലിൻ്റെ സ്വരമല്ല മയിലിൻ്റെ ശബ്ദം, മയിലിൻ്റെ ശബ്ദമല്ല പഞ്ചവർണ്ണ കിളികൾക്ക് അല്ലേ? അപ്പോൾ പ്രകൃതിയിൽ നാം കാണുന്നത് ഈ ബഹുസ്വരവും നിറഭേദവുമാണ് അല്ലേ? ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം, നിറവ്യത്യാസങ്ങളുമാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രകൃതിക്കും മാത്രമല്ല മനുഷ്യജീവിതത്തിനും ഇതെല്ലാം ബാധകമാണ്. അഭിപ്രായങ്ങളിൽ ഒരാൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഏകാധിപത്യം അല്ലേ? ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിക്കണം, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ നമ്മൾ എന്ത് പറയും? ഏകാധിപതി അല്ലേ? ഇനി എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് പറയുന്നു? ജനാധിപത്യം എന്ന് പറയുന്നു. സ്വരവുമാണ് ഉള്ളത്. അതുപോലെ മനുഷ്യരിൽ തന്നെ കറുത്ത നിറമുള്ളവരുണ്ടാവാം, വെളുത്ത നിറമുള്ളവരുണ്ടാവാം അല്ലേ? എന്നാൽ വെളുത്തവൻ ഉയർന്നവനാണ് എന്നും കറുത്തവൻ മോശക്കാരനാണെന്നുമാണോ അതിൻ്റെ അർത്ഥം? കാക്ക കറുത്തതായതുകൊണ്ട് മറ്റു പക്ഷികൾ കാക്കയെ കൊത്തി ഓടിക്കുകയോ അവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ മനുഷ്യർക്കിടയിൽ തൊലി നിറത്തിൻ്റെ പേരിൽ വിവേചനങ്ങളുണ്ടായിരുന്നു. നിറത്തിൻ്റെ പേരിലുള്ള ഈ വിവേചനത്തിനെതിരെ പോരാടിയവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ മുതൽ അങ്ങ് ദൂരെ ദക്ഷിണാഫ്രിക്കയിൽ പോരാടിയ നെൽസൺ മണ്ടേല വരെ ഈ പരമ്പരയിലെ കണ്ണികളാണ്. തീവണ്ടി യാത്രക്കിടയിൽ തൊലി നിറത്തിൻ്റെ പേരിൽ 1-ാം ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ടും ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വെള്ളക്കാർ ഗാന്ധിജിയെ വഴിയിൽ ഇറക്കി വിടുകയുണ്ടായി. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ആരുടെയും കരളലിയിക്കുന്നതാണ്. ദാഹജലത്തിനായി താണു പറഞ്ഞപ്പോൾ ഓടയിലെ വെള്ളം കുടിക്കാനാണ് അദ്ദേഹത്തോട് മേലാളർ കൽപ്പിച്ചത്. അദ്ദേഹം ഉൾപ്പെടുന്ന മഹാർ എന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. തുപ്പൽ വീഴാതിരിക്കാൻ കഴുത്തിൽ ഒരു മൺകുടവും വഴി അടിച്ചു വാരാൻ ഒരു ചൂലുമായാണവർ സഞ്ചരിച്ചിരുന്നത്. അതായത് താഴ്ന്ന ജാതിയിലുള്ളവർ വഴിയിൽ ഒരു ഭാഗത്തും അവർക്ക് തുപ്പാൻ പാടില്ലായിരുന്നു. അതിനാണ് അവർ കഴുത്തിൽ മൺകുടം തൂക്കിയിട്ടിരുന്നത്. അതുപോലെ നടന്നു വരുന്ന വഴി അവരെന്ത് ചെയ്യണം? അടിച്ചു വാരണം. അതിനുള്ള ചൂല് അവർ കൂടെ കൊണ്ടുപോകണമായിരുന്നു. സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ ആഭരണങ്ങൾ ധരിക്കാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നില്ല. കഠിനമായ വഴികളിലൂടെയാണ് അംബേദ്കർ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ജോലി കിട്ടിയപ്പോഴാകട്ടെ ഓഫീസിൽ അദ്ദേഹത്തെ മറ്റുള്ളവർ ബഹിഷ്കരിക്കുകയും ഉണ്ടായി. ജാതിയിൽ താഴ്ന്നവൻ ഉയർന്ന ജാതിക്കാരനെ തൊടാൻ പാടില്ലായിരുന്നു. അതുമാത്രമല്ല അവരുടെ ഇത്ര ദൂരം അകലെ കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ ഉള്ള വ്യവസ്ഥകൾ കേരളത്തിൽ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് കേരളത്തെ നോക്കി സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് കേരളത്തെ വിശേഷിപ്പിച്ചത്.
നമ്മുടെ യൂണിറ്റിൻ്റെ പേര് നിറഭേദങ്ങൾ എന്നല്ലേ? നിറ വ്യത്യാസങ്ങൾ അല്ലേ? അതായത് വ്യത്യസ്തങ്ങളായ നിറങ്ങളാണ് ഈ ഭൂമിയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പക്ഷികളിലും പൂക്കളിലും അതേപോലെ പ്രകൃതിയിൽ ഏത് വസ്തു നോക്കിയാലും ഈ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ നമുക്ക് കാണാം. അതുപോലെ മനുഷ്യരും എന്താണ്? വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ളവരാണ്. ഉദ്ദേശിക്കുന്നത് പച്ച, നീല എന്നിങ്ങനെയല്ല അല്ലേ? വെളുത്തവനുണ്ടാവാം, കറുത്തവനുണ്ടാവാം. ഏത് നിറമായാലും മനുഷ്യൻ ഒന്നാണെന്ന ചിന്ത നമ്മളിൽ ഉണ്ടാവണം. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് മഴവില്ല് വരയ്ക്കുന്നവർ എന്ന നാടോടി കഥയും MD വാസുദേവൻ നായരുടെ ഓർമ്മക്കുറിപ്പായ വിഷുക്കണിയും P കുഞ്ഞിരാമൻ നായരുടെ എങ്ങുപോയി എന്ന കവിതയുമാണ്. ആദ്യം നമുക്ക് യൂണിറ്റിൻ്റെ പ്രവേശകം നോക്കാം. ജനൽച്ചില്ലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് മാളു ഉണർന്നത്. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ജാലകം തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി. ഞാനിവിടെയുണ്ടേ എന്ന ഭാവത്തിൽ പയർച്ചെടി തലയാട്ടുന്നു. മുറ്റത്തെ കൊച്ചു മരച്ചില്ലയിൽ അമ്മക്കിളി അവളെ തന്നെ നോക്കി ചിലച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്തേ നീ വരാൻ വൈകി എന്ന് ചോദിക്കും പോലെ. കുറച്ചപ്പുറത്ത് പുൽത്തലപ്പിലെ മഞ്ഞുതുള്ളിയിൽ ഒരു കുഞ്ഞു സൂര്യൻ തിളങ്ങി. പ്രവേശകം കേട്ടല്ലോ. മാളു എന്ന പെൺകുട്ടി രാവിലെ ഉണരുമ്പോൾ കാണുന്ന കാഴ്ചകളുടെ ഒരു ചെറിയ ചിത്രമാണ് ഇതിലുള്ളത്. ഒട്ടേറെ കാഴ്ചകളും ശബ്ദങ്ങളും നിറച്ചാണ് ഓരോ പ്രഭാതവും വിരിഞ്ഞിറങ്ങുന്നത്. കുട്ടികൾ ഇവയെല്ലാം താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നു. അവിടെ പയർച്ചെടിയുണ്ട്, അമ്മക്കിളിയുണ്ട്, മഞ്ഞുതുള്ളിയിലൊരു കുഞ്ഞു സൂര്യനുണ്ട്. അപ്പോൾ മാളു രാവിലെ ഉണർന്നപ്പോൾ ആരെയൊക്കെയാണ് കണ്ടത്? പയർച്ചെടിയെ കണ്ടു, കൊച്ചു മരച്ചില്ലയിൽ അമ്മക്കിളിയെ കണ്ടു, പുൽത്തലപ്പിലെ മഞ്ഞുതുള്ളിയിൽ കുഞ്ഞു സൂര്യനെ കണ്ടു. എങ്ങനെയാണ് മഞ്ഞുതുള്ളിയിൽ കുഞ്ഞു സൂര്യനെ കാണുന്നത്? സൂര്യൻ്റെ പ്രകാശം മഞ്ഞുതുള്ളിയിൽ തട്ടുമ്പോൾ അത് തിളങ്ങുന്നു. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് കാണാം. ആ പ്രഭാതത്തിൽ മാളു മറ്റെന്തൊക്കെ കണ്ടിരിക്കാം അല്ലേ? കുറച്ച് കാര്യങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. മാളു രാവിലെ എഴുന്നേറ്റ് ജാലകത്തിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവാം? ഇത് മാത്രമായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക അല്ലേ? പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? സങ്കല്പിച്ച് എഴുതണം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് യൂണിറ്റിൻ്റെ പ്രവേശകം അല്ലേ? നിറഭേദങ്ങൾ എന്ന യൂണിറ്റിൻ്റെ പ്രവേശകം നന്നായി വായിക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതിയിൽ കാണുന്നത് അല്ലേ? അവ തന്നെയാണ് ആരും കണ്ടിട്ടുണ്ടാവുക? മാളുവും കണ്ടിട്ടുണ്ടാവുക. അത് ഓർത്തോർത്ത് ഭംഗിയിൽ എഴുതി അവതരിപ്പിക്കണം. യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.